സാറിന് ഭയങ്കരമായിട്ട് വൈഫ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ്റെ സ്വഭാവത്തിന് ഭാര്യയെ നല്ല ആരെയും സ്വാധീനിക്കാൻ പറ്റില്ല. എൻ്റെ ക്യാരക്ടർ അതാണ്. ഇത് പിന്നെ ആളുകളിങ്ങനെ ഒരു നാട്ടുവർത്തമാനം പറയുന്നതിന് കൂട്ടത്തിൽ ഇയാളെ ഇരിക്കട്ടെ, ഇയാൾ ഭാര്യ പറയും പോലെ കേൾക്കുമെന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷന് പോയപ്പോൾ സാറ് പോവാതെ വൈഫിനെ പറഞ്ഞയച്ചു തോന്നിയൊരു പറഞ്ഞയച്ചതല്ല, എൻ്റെ വൈഫ് വെറും ഒരു ഒരു വീട്ടമ്മയല്ല. അവർ എന്നെക്കാളും ഉന്നതമായ ഡിഗ്രികളൊക്കെ ഉള്ള അവർ പിന്നെ പ്രസ് ക്ലബിലെ മെമ്പറാണ്. അവർ ശ്രീ ചിത്ര ഇരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ PR ആണ്. ഉന്നതമായ ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണ്. എന്നെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പല ഫംഗ്ഷനും വിളിക്കാറുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു പാർട്ടിക്കാരനാണല്ലോ. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് എനിക്കവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഇവരെയും വിളിച്ചിരുന്ന ഒരു ഫംഗ്ഷൻ, അവരെല്ലാം വിളിക്കാൻ. പക്ഷെ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാൻ പനിയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇയാളെ പോയി ഒരു സ്വാതന്ത്ര്യമുള്ളതുണ്ടോ. അപ്പോഴോ അതിന് ഒരു പത്രം എഴുതി, കൊടിവെച്ച കാറിൽ മന്ത്രിക്ക് പകരം മന്ത്രി പോയി. ഇതൊക്കെ കേരളത്തിലെ ഇതിനൊക്കെ ഓടും, അല്ലാതെ വേറെ ഒരു സ്റ്റേറ്റിലും ഇതൊന്നും പറഞ്ഞാൽ ഓടില്ല. ഞാനൊരു തലക്കനം പിടിച്ചവനും ഒരു അഹങ്കാരിയുമായ മന്ത്രിയാണ്. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ ആയിരിക്കും. എനിക്ക് കുറച്ച് അഹങ്കാരമുണ്ട്. ആളുകൾ തലക്കനം ഉണ്ടെന്ന് പറയുന്നത് അത് ജന്മന ഉള്ളതാണ്. മന്ത്രിയായ ശേഷമാണോ അഹങ്കാരം? അതിന് മുമ്പേ ഉണ്ട്. മന്ത്രിയൊന്നും എനിക്ക് വലിയ ഒരു പ്രശ്നമല്ല. അപ്പോൾ ഞാൻ ഇലക്ഷന് എന്നെ പാർട്ടി തീരുമാനിച്ചപ്പോൾ ജനങ്ങൾക്കും പാർട്ടിക്കാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. ഈ സ്വഭാവത്തിന് ഇലക്ഷൻ എങ്ങനെയാണ്? ആളുകൾ വിനയത്തോടു കൂടി അവരെ കാലിലൊക്കെ തൊഴുത് കുനിഞ്ഞ് നടന്നാലല്ലേ വോട്ട് കിട്ടും. എങ്ങനെ ദിവാരനെ ജയിക്കാൻ പോകണം? ഞാനിവിടെയാണ്, എൻ്റെ തിരുവനന്തപുരമാണ്. പക്ഷെ ഞാൻ കൊല്ലത്ത് കരുനാഗപ്പള്ളി ചെന്ന് വളരെ ഈസിയായിട്ട് ആളുകളെല്ലാം തൊഴുത്, ഇങ്ങോട്ട് തന്നെയും തൊഴുത്. അവർ വലിയ സ്നേഹമായി, അവർ വേറെ നോക്കില്ല. ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ, ആരും പ്രതീക്ഷിക്കാത്ത ഭൂരിപക്ഷത്തിൽ. സർ, മിൽമയുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ താഴെക്കടയിലുള്ള ആ ക്ഷീരകർഷകർക്ക് ഇപ്പോൾ അത്രയും ഇതൊക്കെ കിട്ടുന്നുണ്ടോ? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം 3 തവണ പാലിന് വില കൂട്ടി. 2 തവണ വില കൂട്ടിയപ്പോൾ ക്ഷീരകർഷകർ, താഴെയുള്ള കർഷകർ എന്നോട് പരാതിപ്പെട്ടു, അവർക്ക് ഇതിൻ്റെ ഗുണമൊന്നും കിട്ടുന്നില്ല, ഇത് മിൽമ ചൂഷണം ചെയ്യുകയാണ്. അപ്പം ഞങ്ങളതിൻ്റെ മാർഗ്ഗം ആലോചിച്ചു. ഇപ്പോൾ എന്നെ എന്താ വഴിയാണ്? അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ, ഈ സഹകരണ സംഘത്തിലെ ക്ഷീരകർഷകർ പാലൊഴിക്കുന്നു, ആ പാല് സംഘക്കാർ എടുക്കുന്നു. അപ്പോൾ ഈ പാല് ടെസ്റ്റ് ചെയ്യും, ഇതിന് കൊഴുപ്പ് എത്ര ശതമാനം ഉണ്ടെന്ന്. കൊഴുപ്പുണ്ടെങ്കിൽ വില കൂടുതലിട്ട്, കൊഴുപ്പില്ലെങ്കിൽ വില വളരെ കുറയും. ഞാൻ ഈ 2 രൂപ കൂട്ടിയപ്പോൾ ഗവൺമെൻറ് ഉത്തരവിറക്കി, ഈ 1 രൂപ ഈ കൊഴുപ്പ് ടെസ്റ്റ് ചെയ്യാതെ 1 ലിറ്റർ പാലിന് 1 രൂപ ക്ഷീരകർഷകരെ കൊടുക്കണം. അടുത്ത 1 രൂപയിൽ നിങ്ങൾ ഇതെല്ലാം ടെസ്റ്റെല്ലാം നടത്തി പങ്കുവെച്ചെടുത്തോളൂ. ഇപ്പോൾ ആ 1 രൂപ കേരളത്തിലെ ഏകദേശം ഒരു 10-12 ലക്ഷം ക്ഷീരകർഷകർക്ക് ഈ 1 രൂപ സ്ട്രെയിറ്റ് അവേ കിട്ടുന്നുണ്ടെന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. കുറച്ചവർ സംതൃപ്തരാണിപ്പോൾ. രണ്ടാമത്തെ കാര്യം, അവരുടെ കാലിത്തീറ്റ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതിന് ഒരു സബ്സിഡി കൊടുക്കാൻ വേണ്ടി ഞാൻ ഗവൺമെൻറ്റിൽ ആവശ്യപ്പെടുകയും ഗവൺമെൻറ് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് അതിലേക്ക് തിരിയുന്നുണ്ട്. 2 കൊല്ലം കൊണ്ട് കേരളം പാലിൽ സ്വയം പര്യാപ്തത വരും.